നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്കിൽ അപകടം. ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. ചാലക്കുടി ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. തകർത്തത് 4 CCTV. പൂട്ടുപൊളിച്ച് അകത്ത് കയറി മോഷ്ടാക്കൾ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചേർപ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം. കരുവന്നൂർ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ വയോധിക കുത്തിയിരിപ്പ് സമരം നടത്തി. ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ കൊലക്കേസ് പ്രതിയെ പശ്ചിമ ബംഗാളിൽ നിന്നും ചേർപ്പ് പോലീസ് പിടികൂടി. മാള വലിയപറമ്പ് പൂപ്പത്തി പൊതുമരാമത്ത് റോഡ് വെള്ളവും ചെളിയും പായലും നിറഞ്ഞ് അപകടാവസ്ഥയിൽ. ശക്തമായ മഴയിൽ പടിയൂർ മേഖലയിൽ കനത്ത നാശം. ചെട്ടിയാൽ തറയിൽ താമസിക്കുന്ന ചിറയത്ത് റോസിയുടെ വീട്ടിലെ ഷീറ്റ് പറന്നുപോയി. വിശദമായ വാർത്തയിലേക്ക്. ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്കിൽ അപകടം. ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. മാടക്കത്തറ സ്വദേശി കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ 33 വയസ്സുള്ള ഋതുവിനാണ് കുത്തേറ്റത്. ഷോൾഡറിൽ കുത്തേറ്റ ഋതുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ലോറിയുമായി രക്ഷപ്പെട്ട പ്രതി അജ്മലിനെ പുതുക്കാട് പോലീസ് പൊങ്ങത്ത് നിന്ന് പിടികൂടി. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. പാലക്കാട് നിന്ന് കൊടകരയിലേക്ക് മെറ്റലുമായി വന്ന ഋതുവിന്റെ ടോറസിൽ ആമ്പല്ലൂർ അടിപ്പാതയ്ക്ക് സമീപം അജ്മലിന്റെ ലോറി ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് രണ്ടുപേരും വാക്കുതർക്കമുണ്ടായി. പിന്നീട് മുന്നോട്ടെടുത്ത ടോറസിന് കുറുകെ ലോറി നിർത്തി പുറത്തിറങ്ങിയ അജ്മൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഋതുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും തടഞ്ഞു. ഇത് കണ്ട് നാട്ടുകാർ ഓടിയെത്തി ഇരുവരെയും പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അജ്മൽ ലോറിയിൽ നിന്ന് കത്തിയെടുത്ത് ഋതുവിനെ കുത്തുകയായിരുന്നു. 4 തവണ ഷോൾഡറിൽ കുത്തിയ ഇയാളെ നാട്ടുകാർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ലോറിയെടുത്ത് രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് പിന്തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. ചാലക്കുടി ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. തകർത്തത് 4 CCTV. പൂട്ടുപൊളിച്ച് അകത്ത് കയറി മോഷ്ടാക്കൾ. ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ വില കൂടിയ വിദേശ മദ്യങ്ങൾ മോഷ്ടിച്ചു. 4 CCTV ക്യാമറകൾ തകർത്ത ശേഷമാണ് മോഷ്ടാക്കൾ ഔട്ട്ലെറ്റിൽ കയറിയത്. ഇന്നലെ രാത്രിയാണ് സംഭവം. രാവിലെ ജീവനക്കാർ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. എത്ര മദ്യം മോഷണം പോയി എന്നറിയാനുള്ള കണക്കെടുപ്പ് തുടരുകയാണ്. മോഷണത്തിന് ശേഷം ഷട്ടറുകൾ താഴ്ത്തിയിട്ട നിലയിലായിരുന്നു കിടന്നിരുന്നത്. ചാലക്കുടി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചേർപ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം. ഹെർബർട്ട് കനാൽ പരിസര പ്രദേശത്തെ നിരവധി വീടുകളിൽ മരം കടപുഴകി വീണു. ഇലക്ട്രിക്കൽ പോസ്റ്റുകളും വീണ് നാശനഷ്ടം സംഭവിച്ചു. ഹെർബർട്ട് കനാലിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ കാറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീഴുകയും വ്യാപക നഷ്ടം സംഭവിക്കുകയും ഗതാഗത തടസ്സം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അതുപോലെ 2-3 വീടുകളുടെ മേൽക്കൂര ഭാഗികമായി തകർന്നു പോയിട്ടുണ്ട്. പൂക്കപ്പറമ്പിൽ മണികണ്ഠന്റെ വീടിന്റെ മുകളിലത്തെ ട്രസ് ഭാഗികമായി തകർന്നു. കണ്ണൂളി ജനാർദ്ദനൻ മകൻ സുധന്റെ വീടിന്റെ മേൽക്കൂരയുടെ ബാരിക്കേഡും സൺസൈഡ് ട്രസ്സുകളും തകർന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ വയോധിക കുത്തിയിരിപ്പ് സമരം നടത്തി. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശത്ത് ആനിയമ്മയാണ് നിക്ഷേപ തുക തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയത്. കരുവന്നൂർ വടക്കേത്തല വീട്ടിൽ ജോഷിയുടെ ഭാര്യ മാതാവ് ആനിയമ്മ 15 വർഷം മുൻപ് ജോഷിയുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് കരുവന്നൂർ ബാങ്ക് അധികൃതർ പറഞ്ഞതനുസരിച്ച് അങ്ങാടിപ്പുറം ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്നും 10 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിലേക്ക് മാറ്റിയത്. ഇപ്പോൾ പലിശയടക്കം 13,65,250 രൂപ കിട്ടാനുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ബാങ്കിലെത്തിയ ആനിയമ്മയോട് ഒരുമിച്ച് പണം നൽകാൻ ആകില്ലെന്നും 2 ലക്ഷം നൽകാമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. എന്നാൽ രേഖാമൂലം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. വൈകിട്ട് ബാങ്ക് ജീവനക്കാർ ജോലി കഴിഞ്ഞു പോയിട്ടും ആനിയമ്മ പോകാൻ തയ്യാറാകാതെ സമരം തുടരുകയായിരുന്നു.
ബാങ്കിലെ ഓഫീസ് സമയം കഴിഞ്ഞപ്പോൾ വൃദ്ധയായ ആനിയമ്മയെ തനിച്ചാക്കി ജീവനക്കാർ ഓഫീസ് വിടുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ മരുമകൻ ജോഷി ബാങ്കിലെത്തി. എന്നാൽ 7:30 മരുമകനായ ജോഷി അമ്മയ്ക്ക് ചായ വാങ്ങാനായി പുറത്തേക്ക് പോയ സമയം പോലീസ് സ്ഥലത്തെത്തി അമ്മയെ ബാങ്കിൽ നിന്നും പുറത്തിറക്കി ഷട്ടർ ഇടുകയായിരുന്നു. നിക്ഷേപ പണം തിരികെ ലഭിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് ആനിയമ്മയും മരുമകൻ ജോഷിയും അറിയിച്ചു. ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ കൊലക്കേസ് പ്രതിയെ പശ്ചിമ ബംഗാളിൽ നിന്നും ചേർപ്പ് പോലീസ് പിടികൂടി. പശ്ചിമ ബംഗാൾ ഹൂബ്ലി ഷെർഫുലി സേരംപോർ സ്വദേശി ബീരു ആണ് പിടിയിലായത്. ചേർപ്പ് പെരിഞ്ചേരിയിൽ താമസിച്ചിരുന്ന സ്വർണ്ണ പണിക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളി മൻസൂർ മാലിക്കിനെ കൊല ചെയ്ത കേസിലെ പ്രതിയാണ്. ഒളിവിൽ പോയ ഇയാളെ തൃശൂർ ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. 2021 ഡിസംബറിലാണ് കൊലപാതകം നടന്നത്. പെരിഞ്ചേരിയിലെ വാടക വീട്ടിൽ മുകൾ നിലയിൽ മൻസൂർ മാലിക്കും കുടുംബവും താഴെ ബീരുവുമാണ് താമസിച്ചിരുന്നത്. മൻസൂർ മാലിക്കിന്റെ ഭാര്യയുടെ കാമുകനായ ബീരു മൻസൂറിന് മദ്യം നൽകി ബോധരഹിതനാക്കി ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി വീടിന് പിറകിൽ കുഴിച്ചു മൂടുകയായിരുന്നു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KS സുബിന്ദ്, ASI ജോയ് തോമസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റിൻസൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാള വലിയ പറമ്പ് പൂപ്പത്തി പൊതുമരാമത്ത് റോഡ് വെള്ളവും ചെളിയും പായലും നിറഞ്ഞ് അപകടാവസ്ഥയിൽ. കാൽനട യാത്രക്കാർ റോഡിന്റെ മധ്യത്തിലൂടെ നടക്കേണ്ട സ്ഥിതിയിൽ. ITIക്ക് സമീപം 2 വളവുകൾക്കിടയിലാണ് റോഡ് അപകടാവസ്ഥയിലുള്ളത്. റോഡിന്റെ നടുവിലൂടെ മാത്രമേ നടക്കാനാകൂ. ഇരുവശത്തു നിന്നും വളവ് തിരിഞ്ഞ് വാഹനങ്ങൾ വരുന്നതും കാണാൻ കഴിയില്ല. വെള്ളം ഒഴുക്കിവിടാൻ കാന പുനർനിർമ്മിക്കണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യമാണ്. വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് കാൽനട യാത്രികർ പോകുന്ന വഴിയാണ് വെള്ളവും ചെളിയും നിറഞ്ഞ് കിടക്കുന്നത്. വെള്ളം ഒഴുകി പോകുന്നതിനുള്ള കാന വർഷങ്ങളായി മൂടിക്കിടക്കുകയാണ്. ശക്തമായ മഴയിൽ പടിയൂർ മേഖലയിൽ കനത്ത നാശം. ചെട്ടിയാൽ തറയിൽ താമസിക്കുന്ന ചിറയത്ത് റോസിയുടെ വീട്ടിലെ ഷീറ്റ് പറന്നുപോയി. 1500 സ്ക്വയർ ഫീറ്റുള്ള ഇരുമ്പ് ഷീറ്റാണ് കാറ്റത്ത് പറന്നുപോയത്. വീട്ടിലെ വയറിങ്ങിനും ഇലക്ട്രോണിക് വസ്തുക്കൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പടിയൂർ അന്നപൂർണേശ്വരി റോഡിന് സമീപം വൻമരം കടപുഴകി വീടിന് മുകളിൽ വീണു. ചാരുന്നറ ആനന്ദിന്റെ വീടിന് മുകളിലാണ് സമീപത്ത് നിൽക്കുന്ന വലിയ പുളിമരം കടപുഴകി വീണത്. എടത്തിരുത്തി പല്ലയിൽ കനത്ത കാറ്റിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് മസ്ജിദിന് നാശനഷ്ടം. ബദ്രിയ മസ്ജിദിന് മുകളിലാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് പ്രദേശത്ത് കനത്ത കാറ്റ് വീശിയത്. പള്ളിപ്പറമ്പിലെ മാവിന്റെ കൊമ്പാണ് മസ്ജിദിന്റെ മുകളിൽ വീണത്. ഷീറ്റ് മേഞ്ഞ ഭാഗമാണ് തകർന്നത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 50 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9160 രൂപ, പവന് 73,280 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്കിൽ അപകടം. ലോറി ഡ്രൈവർമാർ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. ചാലക്കുടി ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. തകർത്തത് 4 CCTV. പൂട്ടുപൊളിച്ച് അകത്ത് കയറി മോഷ്ടാക്കൾ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചേർപ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം. കരുവന്നൂർ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ വയോധിക കുത്തിയിരിപ്പ് സമരം നടത്തി. ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ കൊലക്കേസ് പ്രതിയെ പശ്ചിമ ബംഗാളിൽ നിന്നും ചേർപ്പ് പോലീസ് പിടികൂടി.
മാള വലിയ പറമ്പ് പൂപ്പത്തി പൊതുമരാമത്ത് റോഡ് വെള്ളവും ചെളിയും പായലും നിറഞ്ഞ് അപകടാവസ്ഥയിൽ. ശക്തമായ മഴയിൽ പടിയൂർ മേഖലയിൽ കനത്ത നാശം. ചെട്ടിയാൽ തറയിൽ താമസിക്കുന്ന ചിറയത്ത് റോസിയുടെ വീട്ടിലെ ഷീറ്റ് പറന്നുപോയി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംരക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.